എല്ലാ കൊച്ചു കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ ആരോഗ്യത്തിൻ്റെ രസക്കൂട്ടുകൾ എന്ന യൂണിറ്റാണ്. അതിൽപ്പെടുന്ന അല്പമല്ല ഭുജിക്കുന്നു എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ വായിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ആദ്യം കേൾക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഇതിൽ പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് ഒരു കൊളാഷാണ്. എന്താണ് കൊളാഷ്? വിവിധ ചിത്രരൂപങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ, തുണിക്കഷ്ണങ്ങൾ, വാർത്താപത്രങ്ങൾ, വർണ്ണക്കടലാസുകൾ മുതലായവ കൂട്ടിച്ചേർത്ത് മറ്റൊരു ചിത്രം നിർമ്മിക്കുന്ന കലയാണിത്. ഇവ ക്യാൻവാസിലോ കടലാസിലോ ഒക്കെ ഒട്ടിച്ചെടുക്കുന്നു. ഈ കൊളാഷിലൂടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഭക്ഷണ സംസ്കാരത്തിൻ്റെ ചരിത്രവും വർത്തമാനകാലവും വരച്ചു കാട്ടുന്നതാണ് ഈ കൊളാഷ്. പണ്ട് കാലത്ത് പാചകം ചെയ്തിരുന്നത് എവിടെയാണ്? അടുപ്പുകളിലാണ്. പാചകത്തിന് ഉപയോഗിക്കുന്നത് മൺപാത്രങ്ങളും. കാലമേറെ പിന്നിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ഒരുപാട് മാറ്റങ്ങളോടെ ഹോട്ടൽ സംസ്കാരം അതിൻ്റെ സ്ഥാനം പിടിച്ചുപറ്റി. വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങളും ഭക്ഷണ രീതിയും കൊണ്ട് ഹോട്ടലുകൾ അങ്ങനെ പ്രചാരം നേടി. അതിൽ നിന്ന് നമ്മൾ ചെന്ന് കയറിയത് എവിടേക്കാണ്? ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്കാണ്. നാവിന് രുചി വൈവിധ്യം നൽകുന്ന ഭക്ഷ്യ സംസ്കാരം വളർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിന്ന് ചെന്ന് നിൽക്കുന്നത്. ഇനിയിപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് സൗകര്യമുള്ള ഇടങ്ങളിലോ ഭക്ഷണം എത്തിച്ചു തരാൻ പല സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ മറന്നേ പറ്റൂ, നമ്മുടെ ശീലമാക്കാനേ പാടില്ല. നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആരോഗ്യകരമായ നല്ല ഭക്ഷണശീലം നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. എങ്കിലേ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ പറ്റുകയുള്ളൂ. കുഞ്ചൻ നമ്പ്യാരുടെ പഞ്ചേന്ദ്രോപാഖ്യാനം പറയൻ തുള്ളലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് അല്പമല്ല ഭുജിക്കുന്നു എന്ന പാഠഭാഗം. പാഞ്ചാലി സ്വയംവരത്തിലെ സദ്യയുടെ വിശേഷങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ യാതൊരു സംശയവും കൂടാതെ നൽകുന്ന വിളമ്പുകാർ, അവിടുത്തെ ബഹളങ്ങൾ എന്നുവേണ്ട ബാക്കി ചുറ്റുവട്ടങ്ങളെല്ലാം തന്നെ, അവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ അതിനെക്കുറിച്ചെല്ലാം തന്നെ മനോഹരമായി നമ്പ്യാർ വർണ്ണിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴുത്തറ്റം ഭക്ഷിച്ചിട്ടും തൃപ്തിയാകാത്ത മനുഷ്യരെ കണക്കറ്റ് കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. പുരാണ കഥാ പ്രതിപാദനത്തിലും കേരളീയമായ പരാമർശങ്ങൾ പ്രയോഗിക്കുക എന്നത് കുഞ്ചൻ നമ്പ്യാരുടെ സ്വതസിദ്ധമായ രചനാരീതിയാണ്. പാഞ്ചാലി സ്വയംവര വേളയിൽ നടക്കുന്ന സദ്യയിലും കേരളീയമായ സദ്യയുടെ പ്രത്യേകതകൾ ഉണ്ട്. അങ്ങനെയാണ് കവി വർണ്ണിക്കുന്നത്. പാഠഭാഗത്തിൻ്റെ ആദ്യത്തിൽ പറയുന്നത് എന്താണ്? സദ്യയുടെ പ്രത്യേകതകളാണ്. അതിലെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. സദ്യ വിളമ്പിയിരിക്കുന്നത് വാഴയിലയിലാണ്. ചോറ്, നെയ്യ്, വിവിധ തരത്തിലുള്ള വാഴപ്പഴങ്ങൾ, പഞ്ചസാര കുളം, തേൻ, ഇഞ്ചി മാങ്ങ, നാരങ്ങാക്കറി, വേപ്പിലക്കട്ടി എന്ന് തുടങ്ങിയ ധാരാളം കറികൾ. ഇനി ഈ സദ്യ വിളമ്പുന്നവരുടെ ഭാവം എന്താണ്? ഒട്ടും മടി കൂടാതെ ചോദിക്കുന്നവർക്കെല്ലാം ആവശ്യമുള്ളിടത്തോളം ഭക്ഷണം വിളമ്പുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ളൊരു വർണ്ണനയാണ് കുഞ്ചൻ നമ്പ്യാർ ഇതിൽ സാധിച്ചിരിക്കുന്നത്. ചെറു തുമ്പപ്പൂ പോലെയുള്ള വെളുത്തുപ്പും സദ്യവട്ടത്തിലുണ്ട് എന്നാണ് നമ്പ്യാർ പറയുന്നത്. 4 കൂട്ടം എരിശ്ശേരി, 5 കൂട്ടം പായസം, 2 തരം പുളിശ്ശേരി, തൈര്, മോര്, പച്ചടി, പരിപ്പ്, നെയ്യ് എന്നിവയെല്ലാം വിളമ്പുന്ന ഭക്ഷണശാല. ആകെ തിരക്കാണ്, ബഹളമാണ്. ഭക്ഷണത്തോടുള്ള മനുഷ്യൻ്റെ ആർത്തിയെ കണക്കറ്റ് പരിഹസിക്കാനും നമ്പ്യാർ മടിക്കുന്നില്ല. എന്താ പറയുന്നത്? അല്പമല്ല ഭുജിക്കുന്നു കഴുത്തോളം, പൂർണ്ണമായിട്ടപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കെല്ലാം. കഴുത്തറ്റം ഭക്ഷിച്ചു. നമ്മൾ പറയില്ലേ മൂക്കുമുട്ടെ കഴിച്ചു എന്നൊക്കെ പറയില്ല, അതേപോലെ വയറ് നിറയെ ശാപ്പാട് കഴിച്ചു. പക്ഷേ വീണ്ടും വീണ്ടും വേണമെന്നാണ് ആഗ്രഹം. അപ്പോൾ കണക്കറ്റ് അല്ലെങ്കിൽ അത്യാർത്തിയോടുകൂടി ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണത്തോട് ആർത്തി കാണിക്കുന്ന ആളുകളെ പരിഹസിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പ്രയോഗം കവി നടത്തിയിരിക്കുന്നത്. പ്രാചീന കവിത്രയത്തിൽ പെടുന്ന കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. 18ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്.
തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തുള്ളൽ എത്ര വിഭാഗങ്ങളുണ്ട്? ഓട്ടംതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കംതുള്ളൽ. ഈ 3 വിഭാഗത്തിലും അദ്ദേഹം ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്, വളരെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ. അതിൽ പെടുന്നത് കല്യാണ സൗഗന്ധികം, സഭാപ്രവേശം, കീചകവധം, പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന് തുടങ്ങി ഒട്ടനേകം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ കൃതികളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് എന്താണ്? ആക്ഷേപഹാസ്യമാണ്. നിശ്ചിതമായിട്ടുള്ള സാമൂഹ്യ വിമർശനമാണ് ഈ ആക്ഷേപഹാസ്യത്തിലൂടെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇതിൽ ഏറെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഏവർക്കും അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇഷ്ടപ്പെടാൻ കാരണം അതിൽ നിറഞ്ഞിരിക്കുന്ന കേരളീയതയാണ്.